ആക്ടിങ് എൻ്റെ പ്രൊഫഷനല്ല, ഫാഷൻ ഡിസൈനിങ് എൻ്റെ പ്രൊഫഷനാണ്. 2015 എൻ്റെ ലൈഫിൽ ഒരുപാട് ഡിസാസ്റ്ററുകൾ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ മനസാക്ഷി ഉണ്ടായിപ്പോയത് എൻ്റെ മനസ്സ്. സത്യം, നിങ്ങളിങ്ങനെ ചിരിച്ച മുഖമായിട്ട് വന്നിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളെ മുമ്പിൽ മുഖം വീർപ്പിച്ച് പോവുക? അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പരാജയം. എൻ്റെ ക്വാളിറ്റി അല്ല, എൻ്റെ പരാജയം കൊണ്ട് ഞാൻ പറയാം. കാരണം ഞാൻ പറയാറുണ്ട് എന്താ എൻ്റെ മൈനസ് എന്ന്. മനസാക്ഷി ഉണ്ടായിപ്പോയത് എൻ്റെ മനസ്സ്. സത്യം. കാരണം ആരെങ്കിലും എൻ്റെ അവിടെ ഒരു സങ്കടം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആ സങ്കടത്തിൻ്റെ കൂടെ അങ്ങ് അപ്പോൾ ഞാൻ ചോദിക്കും ഇത് എനിക്കാണ് ഈ സങ്കടം വന്നാൽ എന്ത്. ഇപ്പോൾ ഒരാളുടെ അസുഖം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ഒരുപാട് ഓർഫനേജുകളിലും ഒരുപാട് ഓൾഡേജ് ഹോമിലൊക്കെ എനിക്ക് ബിസിനസ്സും കമ്പനിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടാനോ അതിനൊന്നും നിന്നിട്ടില്ല. കാരണം നമ്മൾ ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന മറുകൈ കൊണ്ട് ഇതാക്കരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരാളാണ്. ഇപ്പോൾ സിനിമ എന്ന് നിൻ്റെ മൊയ്തീൻ തൊട്ട് ഏത് സിനിമ കണ്ടു കഴിഞ്ഞാലും ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കറി. ആട് ജീവിതം കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം ഞാൻ ഇപ്പോൾ ഗൾഫിലൊക്കെ ഉണ്ടാവുന്ന സമയത്താണെങ്കിൽ പോലും ഇതുപോലെ ഈ വഴിയോരത്തൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഫുജൈറയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റാസക്കയമ്മ മമ്മിയുടെ ഒക്കെ അടുത്ത് പോകുമ്പോൾ ഈ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ മരുഭൂമിയിൽ ഇതുപോലെ ഈ ഫ്രൂട്ട്സ് കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ക്യാഷ് എന്നുണ്ടായിരുന്നെങ്കിൽ ആ ഫ്രൂട്ട്സ് മുഴുവൻ ഞാനിങ്ങ് വാങ്ങിയേനെ. കാരണം അന്നത്തെ ദിവസം അവരൊന്നും വെയിൽ കൊള്ളൂലല്ലോ. കുഞ്ഞിലേ തൊട്ട് അങ്ങനെയൊക്കെ ചിന്താഗതിയുള്ള ഒരാളാണ് നമ്മൾ. അങ്ങനെ മനസ്സുകൊണ്ട് ഭയങ്കര പാവമാവരുത്. പാവമായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നാല് ചുറ്റും ഈ കടിച്ചു കയറാൻ ആൾക്കാർ നിൽക്കും. ഇത്രയെങ്കിലുമൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുമൊക്കെ എന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ആണ് മൂന്നല്ല, ആക്ടിങ് എൻ്റെ പ്രൊഫഷനല്ല, ഫാഷൻ ഡിസൈനിങ് എൻ്റെ പ്രൊഫഷനാണ്. ഞാനെന്നുള്ള എന്നെ ജിപ്സ ബീഗം എന്നുള്ളൊരു വ്യക്തിയെ ഞാനാക്കി മാറ്റിയതാണ് ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഷോപ്പുകളുണ്ട്. ക്യൂട്ടൺ ഡിസൈൻസ് ബനിയൻ ക്ലോത്ത്സ് റെഡിമെയ്ഡ്സ് എൻ്റെ ബ്രാൻഡായിരുന്നു. ഇപ്പം 2015 ഞാൻ 2009 തുടങ്ങിയതാണ്. 2015 എൻ്റെ ലൈഫിൽ ഒരുപാട് ഡിസാസ്റ്ററുകൾ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പം എവിടെ നോക്കിയാലും നിങ്ങൾ എൻ്റെ ഷോപ്പിൻ്റെ ബോർഡ് കാണുമായിരുന്നു. അതൊക്കെ ഒരു കാലം. ഇനിയിപ്പോൾ വീണ്ടും എല്ലാം ഇപ്പം എൻ്റെ ലൈഫൊന്ന് സെറ്റിലാവുക, മോളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലാക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ എനിക്കുള്ളൂ. അത്രയേ ഉള്ളൂ. ഭയങ്കര മഴ. മഴ സംഭവിച്ചില്ല.